അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി തൊട്ട് നെല്ലിയാമ്പതി വരെ ഓടിക്കേറി. ഇത് പക്ഷേ ഞങ്ങൾ ചെയ്തതുപോലെ വേറെ ആരും ചെയ്യരുത്. അതെന്താന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഈ ഞായറാഴ്ച ലോങ് റണ്ണിനായിട്ട് പോത്തുണ്ടിയിലാണ് വന്നത്. പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിൽ കൂടെ ഓടാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ ഡാമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ ഓടാൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയെന്ന് എത്രയും ദൂരം വന്നതല്ലേ, എന്നാൽ പിന്നെ നെല്ലിയാമ്പതി റൂട്ട് ഒരു 5 കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച്. ശരിക്കും ഇതായിരുന്നു പ്ലാൻ. പിന്നെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ ടോപ്പിലേക്ക് പോയാലോ, ഓടി നോക്കിയാലോ, എന്നാൽ പിന്നെ ഓടാന്ന് വെച്ച്. അങ്ങനെ ഓടി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ സമയത്ത് കയ്യിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തീർന്ന് നല്ലോണം വിശക്കാൻ തുടങ്ങി. പിന്നെ വഴിയിൽ കൊയ്യാക്കാൻ വരെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കൊയ്യാക്ക വലിച്ചു. പിന്നെ ആ വലിച്ച സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് കുറച്ച് വെള്ളം ചോദിച്ചു. അങ്ങനെ കുപ്പിയിൽ പിന്നെയും വെള്ളം നിറച്ച് പിന്നെയും റണ്ണ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 15-16 കിലോമീറ്റർ ആയപ്പോൾ കയ്യിലുള്ള വെള്ളം പിന്നെയും തീർന്നു. പിന്നെ ഏറ്റവും വലിയൊരു വിഷമമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓടിയിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 17-17.5 കിലോമീറ്റർ ആയപ്പോൾ തന്നെ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ഇല്ലാണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 18 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ കാലിലേക്ക് നല്ല ക്രാമ്പായി, മസിൽ ക്രാമ്പായി. അതായത് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒന്നും പറ്റാണ്ടായി. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ചു ദൂരം നടന്ന് കുറച്ചു ദൂരം ഓടി എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിൽക്കുന്ന ടൂറിസ്റ്റുകളോട് കുറച്ച് വെള്ളമൊക്കെ ചോദിച്ചു. അവർ വെള്ളമൊക്കെ തന്ന്. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറേ മിസ്റ്റേക്കുകൾ പറ്റി. ഞങ്ങളുടെ ഹൈഡ്രേഷൻ പ്രോപ്പർ ആയിരുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള റൂട്ടിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഹൈഡ്രേഷൻ പ്രോപ്പർ ആക്കണം. അതായത് മിനിമം 3 എനർജി ജെല്ലെങ്കിലും കയ്യിൽ കരുതുക. അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോലൈറ്റ് വാട്ടറും സാധാ വെള്ളവും, ഇത് 3 കയ്യിൽ കരുതണം. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യരുത്. ഹൈഡ്രേഷനും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം മസിൽ ക്രാമ്പ് ഫീൽ ചെയ്തത്. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരൊറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഓടിയതാണ്. പിന്നെ അങ്ങനെ നെല്ലിയാമ്പതി എത്തി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പോയി വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു.